നമസ്കാരം, സിമ്പിൾ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല മധുരമുള്ള ഒരു മാമ്പഴക്കറി ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകൾ: ഇത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് പഴുത്ത 2 മാമ്പഴം കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, ഒരു കഷ്ണം ശർക്കര, കുറച്ച് കറിവേപ്പില ഇടുക, പാകത്തിന് വെള്ളം ചേർക്കുക. കുക്കർ അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക. ഒരു പ്രഷർ വരുമ്പോഴേക്കും ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഒരു 1.5 കപ്പ് തേങ്ങ തിരുമിയത്, ഒരു 2-3 ചുവന്നുള്ളി, ഉണക്കമുളക് ഒരു 2 3 എരിവനുസരിച്ച്, പിന്നെ ഒരു അര സ്പൂൺ കടുക്, ഇത്രയും നന്നായി അരച്ചെടുക്കുക. കുക്കർ തുറന്ന് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് ഓണാക്കി അരപ്പ് ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം അരപ്പിൻ്റെ പച്ചമണം പോകുന്നത് വരെ വേകാൻ അനുവദിക്കുക. അതിനുശേഷം പുളി അനുസരിച്ച്, നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് മതി, അല്ലെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. മിക്സിയിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ കറി തിളപ്പിക്കാൻ പാടില്ല. അത് ചെറുതായി ഒന്ന് ചൂടായാൽ മതി. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പീസ് ശർക്കര കൂടെ ചേർക്കാവുന്നതാണ്. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് കടുക് താളിച്ച് കൊടുക്കാം. കടുക് താളിക്കാനുള്ള പാൻ അടുപ്പത്ത് വെക്കുക. അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഒരു നുള്ള് ഉലുവ അധികമാകരുത്, ഒരുപാടായ കയ്പുണ്ടാവും. കുറച്ച് ഒരു നുള്ള് ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. കാരണം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 വറ്റൽമുളക് മുറിച്ചിടുക. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം കറി ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്.